അപ്പോൾ നമ്മുടെ SKN40 എന്ന് പറയുന്നത് വെറും 30 ദിവസത്തെ ഒരു പരിപാടി, ഒരു കേരളയാത്ര മാത്രമായിരുന്നില്ല. അത് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ആ ഒരു ക്യാമ്പയിൻ നമ്മൾ അങ്ങ് തുടരുകയാണ് വളരെ ആർജവത്തോടു കൂടി. 24ന്റെ ക്യാമ്പയിൻ തുടരുകയാണ്, ലഹരിയുടെ ഹോട്ട്സ്പോട്ടുകൾ. കോഴിക്കോട് നഗരത്തിൽ ലഹരിയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബീച്ചും പരിസരവും. രാപകൽ വ്യത്യാസമില്ലാതെ ലഹരി വിൽപ്പനയും ഉപയോഗവും തകൃതിയായി നടക്കുന്നുണ്ട്. ബീച്ച് ആശുപത്രിയുടെ പരിസരം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചും ലഹരി കൈമാറ്റമുണ്ടെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും അധികം ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ബീച്ച്. കടലിന്റെ ഭംഗി ആസ്വദിച്ച് സമയം ചെലവിടാൻ അയൽ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്ന ഇടം. എന്നാൽ ലഹരി ഇടപാടുകളുടെ നാണിക്കുന്ന കഥ കൂടിയുണ്ട് ബീച്ചിനോട് ചേർത്ത് വായിക്കാൻ. കോന്നാട് ബീച്ച്, ലയൺസ് പാർക്ക് പരിസരം, ബീച്ച് ആശുപത്രി പരിസരം എന്നിവയാണ് ലഹരി ഉപയോഗത്തിൻ്റെയും വിൽപ്പനയുടെയും പ്രധാന കേന്ദ്രങ്ങൾ. ബീച്ചിനോട് ചേർന്നുള്ള കാട് മൂടിയ സ്ഥലങ്ങൾ ലഹരി ഉപയോഗത്തിൻ്റെ സ്ഥിരം താവളമാണ്. രാത്രി സമയങ്ങളിൽ ഇവിടേക്ക് വെളിച്ചമെത്താത്തതാണ് ലഹരി സംഘത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നത്. കോഴിക്കോട്ടെ ബീച്ചുകൾ ലഹരി മാഫിയ പിടിമുറുക്കിയാണ്. ഒരു കുടുംബവുമായിട്ട് രാത്രി കോഴിക്കോട് ബീച്ചിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ്. ലഹരി മാഫിയയുടെ താണ്ഡവമാണ്. പല ആൾക്കാരും പല രീതിയിലാണ് പെരുമാറുന്നത്. നാട്ടുകാർക്ക് വലിയ ദുരിതമാണ്. കോഴിക്കോട് ബീച്ചിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ലഹരി ഇടപാടുകാരുടെ താവളമാണ് ബീച്ച് ആശുപത്രി വളപ്പിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിന് സമീപത്തെ പ്രദേശങ്ങൾ. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് 2 മരണം പ്രദേശത്ത് ഈയിടെ ഉണ്ടായിരുന്നു. ബീച്ച് ഹോസ്പിറ്റലിനകത്ത് OST സെൻ്റർ ഉണ്ട്. ഈ OST സെൻ്റർ ലഹരി മുക്ത കേന്ദ്രമാണ്. ഈ ലഹരി മുക്ത കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ലഹരി വിൽപ്പന നടക്കുന്നത്. ബീച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾക്ക് മഹാദുരിതമാണ് ഈ OST സെൻ്ററുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ലയൺസ് പാർക്കിന് സമീപത്ത് ലഹരി വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കാണാം. കോന്നാട് ബീച്ചിലും സ്ഥിതി മറിച്ചല്ല. പോലീസ് പരിശോധന ഇവിടങ്ങളിൽ ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബീച്ചിന് സമീപത്ത് ഇതുപോലുള്ള ചില ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളുണ്ട്. ഇവിടം ചുറ്റിപ്പറ്റിയാണ് ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും. ലഹരി നിയന്ത്രിക്കാൻ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കാര്യക്ഷമമായ ഇടപെടലാണ് ആവശ്യം. കോഴിക്കോട് ബീച്ചിൽ നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഷഹദിനോട് ചോദിച്ചറിയാം അല്ലേ? കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ ചേരുകയാണ്. ഷഹദ, ഈ ബീച്ച് ആശുപത്രി എന്ന് പറയുന്ന നിരവധി രോഗികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണല്ലോ. അതിന് ചുറ്റുപാടുമൊക്കെ ഇങ്ങനെ ലഹരിയുടെ ഒരു ഹോട്ട്സ്പോട്ടായി വർത്തിക്കുന്നുവെന്ന് കേൾക്കുന്നത് വളരെ സങ്കടകരമാണ്. എന്താണ് വിവരങ്ങൾ, പറയൂ. ക്രിസ്റ്റീന, ഞാൻ നിൽക്കുന്നത് അഭിജിത്ത് സ്റ്റോറിയിൽ സൂചിപ്പിച്ച ആ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായിട്ടുള്ള ലയൺസ് പാർക്കിന് സമീപത്താണ്. ഇതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി ഉള്ളത്. കൂടാതെ നമ്മുടെ ഹോട്ട്സ്പോട്ടുകളിൽ പ്രധാനപ്പെട്ട ഇടങ്ങളായിട്ടുള്ള ഇവിടെയുള്ള ഈ കുറ്റിക്കാടുകൾ, ഇത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗവും വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. ഈ ബീച്ച് ആശുപത്രിയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിൽ ലഹരി വിമുക്തമാക്കാനുള്ള അല്ലെങ്കിൽ അത്തരം സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് താവളമാക്കുകയും പിന്നീട് അവിടെ നിന്നും വിൽപ്പനയും അതുപോലെ തന്നെ സംഘർഷങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമുക്ക് അവിടെയുള്ള ജീവനക്കാരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പലപ്പോഴായി പറയാറുണ്ട്, കാരണം അവിടെ ജോലി ചെയ്യുന്നത് അത്രയും ഭയത്തോടു കൂടിയിട്ടാണ് എന്നുള്ളത്. ഇതിന്റെ ഇടക്ക് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതായത് ഈ വിമുക്തി കേന്ദ്രത്തിന് സമീപത്തുള്ള ഒരു
ചുമരിൽ രക്തക്കറ പുരണ്ട ഒരു ഫോട്ടോ. കാരണം അത് തുടർച്ചയായിട്ട് ഇത്തരം സ്ഥലങ്ങളിലെത്തി ആളുകൾ സിറിഞ്ച് ഉപയോഗിച്ച ലഹരി ഉപയോഗിക്കുകയും പിന്നീട് അതിന്റെ നീട് അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന രക്തമൊക്കെ അവിടുത്തെ ചുമരിൽ തേക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പത്രം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന ഈ ലയൺസ് പാർക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് കുട്ടികളുടെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഇവിടം. കാരണം എന്റെ മുന്നിൽ കാണുന്ന ഈ ചിത്രം അല്ലെങ്കിൽ ഈ പ്രതിമ എന്ന് പറയുന്നത് ഒരു കാലത്ത് കുട്ടികളൊക്കെ ഉല്ലസിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രതിമയായിരുന്നു. എന്നാൽ ഇന്ന് ഈ മേഖലയിൽ കാര്യമായിട്ട് വെട്ടമില്ല. രാത്രി കാലങ്ങളിലാണ് പ്രധാനമായിട്ടും ഇവിടെ ലഹരി വിൽപ്പനയും അതുപോലെ തന്നെ ഉപയോഗവും വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ബീച്ചിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവിടെ ആളുകൾ തിങ്ങിക്കൂടുന്ന ഘട്ടത്തിൽ മറുഭാഗത്ത് ഇത്തരത്തിൽ ഇരുട് മൂടിയ അല്ലെങ്കിൽ ആളുകൾക്ക് യഥേഷ്ടം വരികയും യഥേഷ്ടം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സൗകര്യമൊരുക്കുന്ന തരത്തിലാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ. ഇതിന് തൊട്ടുപുറകിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ബീച്ചിനോട് ചേർന്നിട്ടുള്ള കുറ്റിക്കാടുകൾ പ്രവർത്തിക്കുന്നത്. ഇതും ഹോട്ട്സ്പോട്ടുകളിൽ പെടുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ഇത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ പ്രധാനമായിട്ടും ലഹരി മരുന്നിന്റെ അല്ലെങ്കിൽ ലഹരി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇത്തരം ഇടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ സിറിഞ്ച് അതുപോലെ തന്നെ മറ്റ് ഈ ലഹരി ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഈ മേഖലയിൽ കാണാനും സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ക്ലീനിങ്ങും മറ്റ് പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരികയും കോർപ്പറേഷൻ ലയൺസ് പാർക്ക് വീണ്ടും ഇത്തരത്തിൽ പുനർനിർമ്മിക്കാനുള്ള ഒരു ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പോലീസിന്റെ അതുപോലെ തന്നെ എക്സൈസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധനകൾ വ്യാപകമാക്കണം എന്നുള്ളതാണ് നമ്മൾ അല്പം മുമ്പ് സ്ക്രീനിൽ കാണിച്ച ആ സ്റ്റോറിയിൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകൾ പ്രത്യേകിച്ച് ഇത് കോഴിക്കോട് നഗരത്തിന്റെ കോഴിക്കോട് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്നതും. ഷാദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സുഗുണൻ അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. സർ, ഗുഡ് മോർണിംഗ്. സാർ, ഇപ്പോൾ ഈ നമ്മുടെ റിപ്പോർട്ട് കണ്ടു കാണുമെന്ന് കരുതുന്നു. ഈ ബീച്ച് ആശുപത്രി അതിനടുത്തുള്ള സ്ഥലം എന്നൊക്കെ പറയുന്നത് കോഴിക്കോടിന്റെ ഹൃദയഭാഗം തന്നെയാണ്. കുടുംബങ്ങളും കുട്ടികളും ഒക്കെ അവിടെ എത്തുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ പരസ്യമായി തന്നെ എന്ന് പറയണം ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എന്താണ് അവിടെ ഒരു തടസ്സമാകുന്നത്? ഇത് സംബന്ധിച്ച് നമ്മൾ അത് പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള പരിശോധനകളും പട്രോളിങ്ങും ഭാഗത്ത് ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ 3 ഓഫീസുകളുടെ പരിധിയിലാണ് നമ്മുടെ ആ ഭാഗം വരുന്നത്. കോഴിക്കോട് റേഞ്ച്, കോഴിക്കോട് സർക്കിള്, പിന്നെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ഇത് സംബന്ധിച്ച് അവർക്ക് പ്രത്യേക നിർദ്ദേശം നൽകി അതിന് പിന്നെ ഹൈവേ പട്രോളിങ്ങും സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഇത് പിന്നെ ചേർന്നിട്ട് നമ്മൾ ശക്തമായ പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ ഭാഗത്തിൽ മാത്രമായിട്ട് ഇപ്പം 11ഓളം കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ രാത്രികാല പട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. പിന്നെ പോലീസുമായിട്ട് കമ്പൈൻഡ് റെയ്ഡുകൾ നമ്മളും എക്സൈസും പോലീസും സംയുക്തമായിട്ടുള്ള റെയ്ഡുകളും ആ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പും പള്ളിയിൽ പോലീസുമായി ചേർന്ന് അവിടെ ഭാഗത്ത് നമ്മൾ റെയ്ഡുകളും പരിശോധനകളും നടത്തിയിട്ടുണ്ട്. ഒരു ചോദ്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. നമ്മൾ ഈ ശ്രദ്ധയിൽപ്പെട്ടാൽ, ജനങ്ങൾ അവിടെ വരുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും അവർക്കൊരു ഭയം ഉണ്ടാകും ഇതൊക്കെ വിവരങ്ങൾ നൽകാൻ. അപ്പൊ ആ രീതിയിൽ അവരെന്ത് ചെയ്യണം? അവരുടെ ഭാഗത്തു നിന്ന് എന്താണ് ഇതിനൊരു? അവർക്ക് കൺട്രോൾ റൂമിൽ വിളിച്ചു പറയാം. നമുക്ക് കൺട്രോൾ റൂമിൽ പോലീസിന്റെ എക്സൈസിന്റെയും കൺട്രോൾ റൂമുകളിൽ വിളിച്ചു പറയാം. നമുക്ക് അതിനുള്ള കൺട്രോൾ റൂമുകൾ ഇതാണ്. പിന്നെ എല്ലാ വിവരങ്ങളും വളരെ സീക്രട്ട് ആയിട്ട് നമ്മൾ അതിന് ചെയ്യുന്നതായിരിക്കും. എല്ലാ ഓഫീസുകളും അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യാവുന്നതാണ്. ഒരു വിവരങ്ങളും നമ്മൾ പിന്നെ രഹസ്യമായി അവരുടെ വിവരം തരുന്നവരുടെ വിവരങ്ങളോ അഡ്രസ്സുകളോ ഒന്നും തന്നെ നമ്മൾ പബ്ലിസിറ്റി ചെയ്യുന്നു ഒന്നുമല്ല. അവർ വിവരങ്ങൾ പോലും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നമുക്കത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിച്ച് പറയാവുന്നതാണ്. ശരി, വളരെ നന്ദി ശ്രീ എൻ സുഗുണൻ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് നമ്മളോട് പ്രതികരിച്ചതിന്. ഇനി ഒരു പ്രദേശവാസി നാട്ടുകാരൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഷൈബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഗുഡ് മോർണിംഗ് ശ്രീ ഷൈബു. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ പേടിപ്പെടുത്തുന്നതാണ്. കുറേ കുപ്പികളുടെ, അതായത് മദ്യക്കുപ്പികളുടെ ഒക്കെ ദൃശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ സിറിഞ്ച് ഉപയോഗിച്ച് മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലാണെന്നാണ് നമ്മുടെ റിപ്പോർട്ടർ പറയുന്നത്. ഒരു പ്രദേശവാസി എന്ന നിലയിൽ അങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട്ടെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോഴിക്കോട് ബീച്ച്. ദിവസവും രാത്രിയും പകലുമില്ലാതെ 100 കണക്കിന് ആൾക്കാര് കുടുംബസമേതം വരുന്ന ഒരു പ്രദേശം. ആ പ്രദേശം ലഹരി മാഫിയയുടെ പിടിയിലാണ്. ഇപ്പൊ കോഴിക്കോട് ബീച്ച് തന്നെ കോതി പാലം, കോഴിക്കോട് ബീച്ച്, വെള്ളയിൽ ഹാർബർ, കോണാട് ബീച്ച്, പട്ടോട് ബീച്ച്, ഇതൊക്കെ കോഴിക്കോട് പോലീസിന്റെ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രധാന സ്പോട്ടുകളിൽ അവർ വിലയിരുത്തിയ സ്ഥലമാണ്.
ഈ വിലയിരുത്തിയ സ്ഥലങ്ങളിൽ ചില ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഉണ്ടാവാറില്ല. ആ ലൈറ്റ് ഇല്ലാത്തത് തന്നെ ലഹരി മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന നടപടിയാണ്. ഇപ്പൊ കോന്നാട് ബീച്ചിൽ ഹൈലൈറ്റ് വലിയ ലൈറ്റ് ഫിറ്റ് ചെയ്തു, ഐമാസ് ലൈറ്റ് ഫിറ്റ് ചെയ്തു. ഇന്ന് വരെ കത്തിച്ചിട്ടില്ല. ഇപ്പൊ കോഴിക്കോട് പോലീസിന്റെ വെള്ളയിൽ പോലീസിന്റെ കൺമുമ്പിലുള്ള സ്ഥലമാണ്, വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലമാണ്. ഇന്ന് വരെ ഹൈമാസ് ലൈറ്റ് കത്തിച്ചില്ല. അവിടെ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഇതേ വെള്ളയിൽ പോലീസ് തന്നെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ മാത്രമാണ് പിടിക്കുന്നത്. പ്രധാനപ്പെട്ട വിൽപ്പനക്കാരെ ഇന്ന് വരെ പിടിച്ചിട്ടില്ല. അപ്പൊ ആ വിൽപ്പനക്കാരെ പിടിക്കാനുള്ള നടപടിയാണ് എക്സൈസ് വകുപ്പും പോലീസും സ്വീകരിക്കേണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ ബീച്ച് ഹോസ്പിറ്റലിൽ നൂറുകണക്കിന് പാവപ്പെട്ട രോഗികൾ വരുന്ന സ്ഥലമാണ്. അവിടെ OST സെന്റർ എന്നൊരു സംവിധാനമുണ്ട്, ലഹരി മുക്ത കേന്ദ്രം. ആ ലഹരി മുക്ത കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഡെയിലി ലഹരി ഉപയോഗിക്കുന്നവർ തമ്മിൽ അവിടെ അടിപിടി ഉണ്ടാവുന്നു, അവിടെ ലഹരി വിൽപ്പന നടക്കുന്നു. കാരുണ്യ ഫാർമസിയിലെ ആൾക്കാർക്ക് ആ ഷോപ്പ് തുറക്കാൻ വേണ്ടി പറ്റുന്നില്ല, ലാബിലെ ആൾക്കാർക്ക് ഷോപ്പ് തുറക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവിടുത്തെ ബീച്ച് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടത് ജീവനക്കാർക്ക് പോലും സുരക്ഷിതമില്ലാത്ത അവസ്ഥ, രോഗികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഇത്രയും കാര്യമുണ്ടായിട്ടും പോലീസും എക്സൈസും യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ പോലീസ് വന്ന് കണ്ട് അപ്പൊ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. പോലീസ് അവരെ പിടിച്ചു, അവർക്ക് ആവശ്യമായ ശിക്ഷയോ നടപടിയോ ചെയ്യാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം. കുടുംബസമേതം ഞങ്ങളെ നാട്ടുകാർക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, നന്ദി. ഷൈബു ആണ്, പ്രദേശവാസിയാണ്. ഷൈബു ആണ് ഇത്തരം വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഷൈബു പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട്. കാരണം ഈ ലഹരി മുക്തി കേന്ദ്രം അവിടെയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം മോചിപ്പിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം ലഭ്യത ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ചികിത്സയിലിരിക്കുമ്പോൾ തന്നെ തൊട്ട് മുൻപിൽ ഇത് ലഭ്യമാകുന്നു, അത് അത്യാവശ്യം വേണ്ട രീതിയിൽ തന്നെ കിട്ടുമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞത് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ നാട്ടുകാർക്ക് നമ്മളത് അറിയിച്ചാൽ നമ്മുടെ വിവരങ്ങൾ രഹസ്യമാക്കി തന്നെ വയ്ക്കുകയും ചെയ്യും. ആ രീതിയിൽ നമുക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളൊന്ന് മറികടന്ന് പോകണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ, അല്ലെങ്കിൽ പോലീസിൻ്റെ എക്സൈസിൻ്റെ മാത്രം ഡ്യൂട്ടിയാണെന്ന് നമ്മൾ കരുതിയിട്ട് കാര്യമില്ല, നമ്മളത് അറിയിക്കുക തന്നെ വേണം. ദൈവത്തിന്റെ സ്വന്തം നാടിനെ ലഹരിയുടെ സ്വന്തം നാടാക്കി മാറ്റരുതെന്നാണ് നമ്മൾ ഓരോരുത്തരും എടുക്കാനുള്ള ഒരു പ്രതിജ്ഞ.